ഹായ് ഫ്രണ്ട്സ്, 10th എക്സാം എല്ലാം കഴിഞ്ഞിരിക്കുന്ന പിള്ളേരെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമായിരിക്കും അടുത്തത് ഏതാ എടുക്കുന്നതെന്ന്. ഹ്യൂമാനിറ്റീസിന് എങ്ങാനും പറഞ്ഞാൽ പോയി അവിടെ പോയി. ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ കഴിവില്ലാത്ത പിള്ളേരെ എടുക്കുന്നതാണ്, എവിടെയും സീറ്റ് കിട്ടാത്ത പിള്ളേരെ എടുക്കുന്നതാണ്. ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഒരു ജോലിയും കിട്ടത്തില്ല, വല്ല തുണിക്കട ഇട്ടിരിക്കാം. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് കേൾക്കുന്ന കാര്യം. എന്നാൽ എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തൊക്കെയാ? അതൊരു പിരമിഡ് പോലെ. ഏറ്റവും ടോപ്പ് സയൻസ്, പിന്നെ കൊമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ്. ഞാനും ഈ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോൾ ആദ്യം വിചാരിച്ചത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടത്തില്ല എന്നാണ്. പിന്നെ കരിയർ ഗൈഡൻസിൻ്റെ ഒരു ക്ലാസ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഹ്യൂമാനിറ്റീസ് എടുത്ത എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ട്, ഹ്യൂമാനിറ്റീസ് എടുത്ത ജോലി കിട്ടുന്നത്. ഈ അറിവില്ലാത്തവർ പറയുന്നത് കേട്ട് എന്തിനാ വെറുതെ ഹ്യൂമാനിറ്റീസിനെ ഇങ്ങനെ കുഞ്ഞാക്കിക്കൊണ്ടിരിക്കുന്നത്? ഹ്യൂമാനിറ്റീസ് നല്ലതാണ്, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ സയൻസിന് വെച്ച് നോക്കുമ്പോൾ അത്ര ടഫ് അല്ലെങ്കിൽ പോലും എല്ലാ സബ്ജക്ട്സിൻ്റെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ചുമ്മാ ഹ്യൂമാനിറ്റീസ് എഴുതാൻ പോലും അറിയില്ലാത്ത നിങ്ങളാണ് ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് വലിയ അഭിപ്രായങ്ങൾ പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് അത്ര പോറാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഇത്രയും പിള്ളേർ എടുക്കത്തില്ലല്ലോ. ഹ്യൂമാനിറ്റീസ് അത്ര കൊള്ളത്തില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് നിൽക്കത്തില്ല. പിന്നെ എന്താണ് ഹ്യൂമാനിറ്റീസ് എന്ന പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഇപ്പോൾ സയൻസ് ആണ് എടുത്തതെന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും, ഓ സയൻസ് ആണോ. കൊമേഴ്സ് ആണെങ്കിൽ ഓ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസോ മോളെ വേറെ ഒന്നും എടുക്കാറുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ CBSE കൂടി പഠിച്ചു വന്ന ആളാണെങ്കിൽ മോളെ ഇത്രയും കാലിബർ ഉണ്ടായിട്ട് ഹ്യൂമാനിറ്റീസ് ആണോ എടുത്തേ, CBSE അല്ലേ പഠിച്ചേ, സയൻസ് എടുക്കാനോ? ഈ 10th വേറെ ഒന്ന് പഠിച്ച് മാത്സും സയൻസും ഒന്ന് പാസ്സാവാൻ പറ്റപ്പാട് നമുക്കറിയത്തുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ട് പറയാലോ, ഹ്യൂമാനിറ്റീസ് എടുത്തത് മാത്സും സയൻസും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ ഹ്യൂമാനിറ്റീസ് അടിപൊളിയാണ്, കിണ്ണമാണ്. ഇനി ഹ്യൂമാനിറ്റീസിനെ വെറുതെ കളിയാക്കാൻ വന്നേക്കരുത്. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കേ അറിയുള്ളൂ, അത് അടിപൊളിയാണ്. Bye.